ഓൾ റൈറ്റ്, നിങ്ങളെല്ലാ പേരും കുറേ നാളായിട്ട് ചോദിച്ചിരുന്ന ഒരു സീരീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് യുവർ ഫേവറേറ്റ്, മൈ ഫേവറേറ്റ് ഗാഡ്ജറ്റ് സീരീസ്. ജസ്റ്റ് എൻ്റെ ഫേസ് കുറച്ച് ബ്ലർ ആവുന്നുണ്ട്, കാരണം ഇതാണല്ലോ നമ്മുടെ പ്രൈം ഫോക്കസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ അല്ല സെലക്ട് ചെയ്തത്, എൻ്റെ മാനേജറാണ് സെലക്ട് ചെയ്തത്. ആൻഡ് ഐ ഗെസ് ഹി ഡൺ എ വെരി ഗുഡ് ജോബ്. ബട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മാനേജറിനെ ഈ ഒരു വീഡിയോയിൽ തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് 10 എണ്ണം ഉണ്ട്, 5 എണ്ണം ആയിരിക്കും ഞാൻ ആദ്യം കാണിക്കാം. പൊട്ടിക്കാം. കത്തിയും കത്തിരിയൊന്നും ഇല്ലടേ, എല്ലാം ചീപ്പായിട്ടുള്ള സാധനമാണ്. ഡിയോഡാപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കാം പിന്നെ പതുക്കെ. എനിക്ക് സമാധാനമായിട്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അയ്യോ, എൻ്റെ അഡ്രസ്സ്. ഒന്നാമത്തത് ദാ ഈ ഒരു പെട്ടി. ഇതിൻ്റെ അകത്ത് ഇത് ആക്ച്വലി ഡിയോഡാപ്പിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ച് വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു 5 എണ്ണവും 10 എണ്ണവും ഒക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമെടുക്കും. കാരണം പലയിടത്തുനിന്നായിട്ട് ഡിയോഡാപ്പിൻ്റെ ഏതെങ്കിലും ഒരു പ്രോസസ്സിങ് സെൻറ്ററിലോട്ട് ഈ സാധനങ്ങളെല്ലാം വന്നിട്ട് അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ആൻഡ് ബൈ ദ വേ, പൊതുവേ ഈ ഡിയോഡാപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾക്ക് ട്രാക്കിങ് നമുക്ക് കിട്ടാറില്ല. അതും ഒരു പ്രശ്നമാണ്. ഒന്നാമത്തെ നമ്മുടെ സാധനം എന്തോന്നാ, കളർ പെൻസിലോ? വാട്ട് ഈസ് ദിസ്? ഇൻട്രസ്റ്റിംഗ്. എനിക്കൊരു 2 മിനിറ്റ് വേണം. ഓക്കെ, അതൊരു സ്റ്റാൻഡാണ്. ഇങ്ങനെയാണോ ഉള്ളത്? ഇങ്ങനെയാണോ? ഓക്കെ, ലെറ്റ്സ് ആക്ച്വലി ഹോപ്പ് ദിസ് വർക്ക്സ്. എനിക്കറിഞ്ഞുകൂടാ ബ്ലർ ആവൂലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ബ്ലർ ആവുമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, കാരണം എൻ്റെ മോണിറ്റർ എനിക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു ഇതിന് വേണ്ടിയിട്ട്. ഹോയ്, എന്തോ സാധനം അതിങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടോ? ഇനി ഇതിൻ്റെ അകത്ത് എഴുതാം. നമുക്ക് എഴുതിയിട്ട് മാച്ച് കളയാം. അങ്ങനെ എന്തോ ആണ് സെറ്റപ്പ്. അങ്ങനെ ആയിരിക്കും. ഒരു പച്ച എടുത്ത് എഴുതാം. എന്താണ് എന്തോ ഇത് ലൈറ്റ് കത്തിയാലും കത്തിയില്ലെങ്കിലും ഒരേപോലെ അല്ലേ? ലൈറ്റ് കത്തിയാലാണോ ഇത് എഴുതാൻ പറ്റണേ? ഇതാ മറ്റേ നമ്മൾ മാർക്കർ വെച്ചിട്ട് പണ്ട് നമുക്ക് ഈ അമ്പലപ്പറമ്പിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ, മാർക്കർ വെച്ച് എഴുതിയിട്ട് ഒരു സാധനം. നല്ല സാധനം തന്നെ കേട്ടോ, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണോ എഴുതുക? ഞാനൊരു ആർട്ട് വർക്ക് വരച്ച് കാണിച്ചുതരാം. എനിക്കൊരു ഐഡിയ ഇല്ല ഇത് എന്ത് സാധനമാണെന്ന്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇളക്കണോ? ഹോൾഡ് ഓൺ. ഇതിൻ്റെ പുറത്ത് എന്തോ ഒരു ഫിലിമുണ്ട്, അത് ഇളക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ സ്ക്രാച്ച് വരാതിരിക്കാൻ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. വെയിറ്റ് ഗൈസ്, വെയിറ്റ്. ഐ എം സോറി. What the? Oh fuck, I messed up. നമുക്ക് വേറൊരു കളർ മാർക്കർ വെച്ച് എഴുതി വെക്കാം. ഒന്നുമില്ല, ഈ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റൊക്കെ അടിക്കുന്ന ഒരു സാധനം, അതായത് ഒരു ലൈറ്റ് ബോർഡ്. നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ എഴുതി അതൊക്കെ മാച്ച് കളയാൻ പറ്റുന്ന ഒരു ലൈറ്റ് ബോർഡ്. മേ ബി ലെറ്റ് മീ ട്രൈ അഗെയിൻ. അയ്യോ, ഇതെന്താ മായാത്തെ? അപ്പോൾ അത് ഇളക്കി കളയേണ്ടത് തന്നെയാ. യെസ്, നൗ ഇറ്റ് മേക്ക് സെൻസ്. യാ, എക്സാക്ട്ലി. സോ ബാക്കിലുള്ളത് നമുക്ക് ഇളക്കി കളയാം. ലെറ്റ്സ് റേറ്റ് ദിസ്. നമുക്ക് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്ത ഗാഡ്ജറ്റ് റേറ്റ് ചെയ്യാം. 1 out of 10. റിയാസ്, യു ഡൺ എ വെരി ബാഡ് ജോബ്. കണ്ണാടി ഉടക്കാൻ ഇത് കിട്ടി. അടുത്ത ഗാഡ്ജറ്റ്, ഇതിനെ ഗാഡ്ജറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ഒരു മൗസ് പാഡാണ്. ആക്ച്വലി ഈ മൗസ് പാഡിൻ്റെ അകത്ത് നമുക്ക് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഷോർട്ട് കട്ടും എഴുതിയിട്ടുണ്ടാവും. സോ Ctrl+S സേവ്, Ctrl+C കോപ്പി, Ctrl+1 ഇപ്പം എക്സൽ ആണെന്നുണ്ടെങ്കിൽ എക്സൽ, ഇപ്പോൾ വേർഡ് ആണെന്നുണ്ടെങ്കിൽ വേർഡ്, അതേപോലെ ഡോക്യുമെൻറ്റ്സ്, കോമൺ ഷോർട്ട് കട്ട്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ട് എഴുതിയിട്ടുള്ള ഒരു മൗസ് പാഡ്. ആക്ച്വലി ഈ സാധനം ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 600 rupees. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു 200-300 വരുള്ളൂ. ബട്ട് ദിസ് ലുക്സ് മോർ ഗ്രിപ്പിയർ, അല്ലെങ്കിൽ ദിസ് ഫീൽസ് മോർ ഗ്രിപ്പിയർ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ അനങ്ങും, പക്ഷേ ഇത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അനങ്ങത്തൊന്നുമില്ല. ഭയങ്കര ഗ്രിപ്പുണ്ട്, വിച്ച് ഈസ് നൈസ് ആക്ച്വലി. ദിസ് വൺ ഈസ് ഗുഡ് ആക്ച്വലി.
ഇൻഫർമേഷൻസ് ഉള്ള ഒരു മൗസ് പാഡ്. ഇതിനകത്ത് എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സും ഉണ്ട്. കൺട്രോൾ ഇസ് അൺഡു ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ PPTയുടെ ഉണ്ട് കേട്ടോ ഷോർട്ട് കട്ട്. ദിസ് ഇസ് ഗുഡ് ആക്ച്വലി. ലൈക്ക് വില കുറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു മൗസ് പാഡ് കിട്ടുമല്ലോ. ഗുഡ്. അടുത്തത് ഓക്കെ, ദിസ് വൺ ഇസ്, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി സീരിയസ് ഡേഞ്ചറസ് സാധനം. ഇത് കണ്ടത് ഇത്രയേ ഉള്ളൂ സാധനം. വാട്ട്, ഇതെന്തിനാ ഉപയോഗിക്കണേ? ലൈറ്ററാണോ ഇത്? ഷോക്ക് കാണാവോ? എന്താ ഒന്ന് ട്രൈ ചെയ്യാ. സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊരു സിഗരറ്റ് ലൈറ്ററാണ്. സിഗരറ്റ് ലൈറ്റ് ചെയ്യാം, ക്യാൻഡിൽസ് ലൈറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലൈറ്റ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ഫ്രേഗ്രൻസ് ക്യാൻഡിൽ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചിലപ്പോൾ ലൈറ്റർ വെച്ച് കത്തിക്കാൻ പാടാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സാധനം വെച്ച് കത്തിക്കാം. ഇതിന് വേറൊരു ഗുണവും കൂടിയുണ്ട്. നിങ്ങൾ പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിഴിയാനൊക്കെ വരുന്ന അല്ലെങ്കിൽ തൊടാനൊക്കെ വരുന്ന അവനെങ്കിലും കയ്യിലങ്ങ് വെച്ചങ്ങ് അടിച്ച് കയറ്റി കൊടുത്താൽ മതി. അവൻ തൊടാൻ വരുമ്പോഴത്തേക്ക് ഇതെടുത്തങ്ങ് കയ്യിൽ വെച്ച് കൊടുക്കണം. സൂപ്പറായിരിക്കും. ഷോക്കായിരിക്കും അടിച്ച് കയറുന്നത്. ലെറ്റ്സ് ട്രൈ ദിസ്. വീട് കത്തുമെന്ന് തോന്നുന്നേ. Look at this. Okay. Not a problem. Oh, nice. ഭയങ്കര പവർഫുൾ ആയിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും സാധനം നോക്കിയാലോ. ഇത് എത്ര കട്ടിയുള്ള സാധനങ്ങൾ വരെ ഇത് ചെയ്യുമെന്ന് നോക്കാം. ഞാനൊരു സ്ലിപ്പ് എടുത്തു, നമ്മുടെ ഷിപ്പിംഗ് സ്ലിപ്പ്. നമുക്ക് 4 മടക്കാം. ഓക്കെ, നൗ ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. വാവ്, ആക്ച്വലി ഇത് എയറിലാണ് കേട്ടോ ഈ സാധനം ആവുന്നത്. ഓക്കെ, ദിസ് വൺ ഈസ് റിയലി ഗുഡ്. ആക്ച്വലി നിങ്ങൾ പുകവലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് വൺ ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇത് റീചാർജബിളും ആണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ താഴത്തെ ഈ ഒരു ഭാഗം ഊരിയതിന് ശേഷം ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സി പോർട്ട് വെച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വളച്ചും തിരിച്ചൊക്കെ ഉപയോഗിക്കാം. സോ സച്ച് എ ഗുഡ് ഡിവൈസ് ആക്ച്വലി. സോ അതിന് മൗസ് പാഡിന് ഞാൻ റേറ്റ് ചെയ്യാൻ പറഞ്ഞത്, മൗസ് പാഡിന് നമ്മൾ 10ൽ 5 കൊടുത്തിരിക്കുന്നു. ആൻഡ് ഇതിന് 9 out of 10. ഓക്കെ, അടുത്ത് എനിക്ക് തോന്നുന്നൊരു ഫ്ലാഷ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വലിയ സർപ്രൈസിങ് എലമെൻ്റ് ഒന്നുമില്ല. ഇതൊരു ഫ്ലാഷ് ലൈറ്റ് കം സംതിങ്. ഇതെനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫ്. അമ്മേ ശിവനെ, കണ്ണടിച്ചു പോയി. ഇതൊരു നല്ല ഫ്ലാഷ് ലൈറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെൽറ്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ സ്വാം പപ്പീനെയൊക്കെ പിടിക്കാൻ പോകുന്നവരാണ്, ഫിഷിങ്ങിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് വൺ ഇസ് റിയലി ഗുഡ്. ഭയങ്കര ലൈറ്റ് ഉണ്ട്, ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര പവർഫുൾ. കണ്ണിലൊന്നും വെച്ചടിച്ച് കളയരുത്, കണ്ണൊക്കെ നല്ല വൃത്തിക്കിരിക്കും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെങ്ങനെ ഫ്ലിക്കർ ചെയ്യാനും പറ്റും. എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കട്ടായി പോകും. ലൈക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലാഷ് ലൈറ്റ്. ബട്ട് ഇറ്റ്സ് വെരി ഹാൻഡി ഐ ഗസ്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനം, സൂപ്പർ സാധനം. ഇത് നമുക്ക് വേണമെങ്കിൽ 10ൻ്റെ അകത്ത് ഒരു 8 കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതെന്താ സാധനം? ഇതിന് ഡിസ്ക്രിപ്ഷനൊന്നും ഇല്ലെന്നേ. ഓ, പേനല്ലല്ലോ. സ്ക്രൂ ഡ്രൈവറും പേനയും അല്ലേ? സ്ക്രൂ ഡ്രൈവറും പേനയും പിന്നെ ഇതെന്തൊരു സാധനമാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ റബ്ബർ കട്ടയാണെന്ന് തോന്നുന്നു. ഒരു സ്ക്രൂ ഡ്രൈവർ, വെരി ഹാൻഡി സ്ക്രൂ ഡ്രൈവർ. ഇതിനകത്തൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഇതിൻ്റെ മേളിലായിട്ടൊരു ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് ഊരിക്കഴിഞ്ഞാൽ
there is bunch of different types of screws which is like interesting actually interesting. അതിൻ്റെ കൂടെ നമുക്കൊരു പേനയും കിട്ടും. അപ്പോൾ പേന വെച്ച് എഴുതണമെന്നുള്ളവർക്ക് പേന വെച്ച് എഴുതാം. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ, പേനയൊക്കെ വാദം പേന ലൈക്ക് ടെക്നിക്കലി ഹാൻഡി ആയിട്ടുള്ളൊരു സാധനം എന്നതാണ് ഇതിൻ്റെ ഫാക്ട്. നൗ ഡൺ. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗാഡ്ജറ്റ് സീരീസ്. ആക്ച്വലി കുറേ നാളായി ഈ ഗാഡ്ജറ്റ് സീരീസ് ചെയ്തിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഒരു ഫ്ലോയിൽ കൊണ്ടുവരണമെന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐ ഗസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തൊന്നും എടുത്തതൊന്നുമല്ല. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.